ഒരു പക്ഷേ ഈ വിമർശനം വന്നത്, ഞാൻ രാഷ്ട്രീയമായ വിമർശനങ്ങളെ മാറ്റിവെക്കുകയാണ്, അതല്ലാതെ ഈ വിമർശനം വന്നത് രാവിലെ പുലർച്ചെ ആളുകൾ തമ്മിലൊരു കൂട്ടായ്മ ഉണ്ടാകുന്നു, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, സംഘടനാ വ്യത്യാസങ്ങളില്ലാതെ ആളുകൾ തമ്മിലൊരു ഐക്യം ഉണ്ടാകുന്നു, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുന്നു, സൗഹൃദം ഉണ്ടാകുന്നു. അത് നമ്മുടെ ഒരു പരമ്പരാഗതമായ യാഥാസ്ഥിതികമായ സമൂഹ ഘടനയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു എന്നുള്ളതായിരിക്കുമോ പ്രശ്നം? ഒരു മൂന്ന് കാര്യമാണ് നേരത്തെ രണ്ട് സുഹൃത്തുക്കളും പറഞ്ഞ കാര്യത്തിൽ നിന്ന് അങ്ങുന്നയിച്ച സംശയത്തിൽ നിന്നൊക്കെ ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മെക്സെവൻ എന്ന ഒരു വ്യായാമ സംവിധാനം അദ്ദേഹം തിരഞ്ഞെടുത്ത സമയത്ത് ഇത് ലളിതമായിരിക്കണം, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നതായിരിക്കണം, ഏത് പ്രായക്കാർക്കും, അതായത് 6 വയസ്സ് മുതൽ 100 വയസ്സ് വരെ ഉള്ളവന് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, പിന്നെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാവുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് അത് ആളുകളുടെ സൗകര്യത്തിനുള്ള ഒരു റെഡിമെയ്ഡ് രീതി, അത് റിസൾട്ട് ഓറിയൻറ്റഡായി ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ പലർക്കും നല്ല മാറ്റമുണ്ടായ ഫീഡ്ബാക്കുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ പ്രചരണത്തിലേക്ക് വന്ന സമയത്ത് ഞങ്ങൾ ആ 2-3 കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത്. ആവശ്യപ്പെടുന്നത് ഇതിൽ വന്ന് ജോയിൻ ചെയ്ത് അനുഭവസ്ഥരായ ആളുകളാണ്. ഇതിന് നിങ്ങളൊരു ബ്രാഞ്ച് കൊണ്ടുപോയിക്കോളൂ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കരുതി ഇതിൻ്റെ ഒരു പരസ്യത്തിന് വേണ്ടി ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചില അവയർനെസ് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ദേശീയ ദിനങ്ങൾ പോലുള്ള വിശേഷ ദിവസങ്ങളൊക്കെ സ്കൂൾ കാലഘട്ടത്തിന് ശേഷം പിന്നീട് ആളുകൾ ചെയ്യുന്നത് ഒരു പക്ഷേ മെക്സെവനിൽ വന്നതിന് ശേഷമാണ്. കാരണം എന്താണ്, ഒരുമിച്ചിരുന്ന് നമ്മുടെ റിപ്പബ്ലിക് ഡേക്കും നാഷണൽ ഡേയും നമ്മുടെ ആഘോഷങ്ങളൊക്കെ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്ന ഒരു വേദി ഉണ്ടായി. പിന്നെ സ്ത്രീ പുരുഷ സംഗമത്തെ പറ്റി അങ്ങനെ ഒരു പരാതിക്ക് കാരണം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, മിക്സഡ് കൾച്ചറാണ് നമ്മുടെ നാട്ടിലുള്ളത്. ചില സ്ഥലങ്ങളിൽ സ്ത്രീകളും പുരുഷന്മാരും ഇടപഴകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനെപ്പറ്റി ഒരുപാട് വിമർശനങ്ങൾ വരികയും ചെയ്തപ്പോൾ മെക്സെവൻ വളരെ ക്ലിയറായിട്ട് ലേഡീസ് വിങ്ങിൻ്റെ ലീഡർമാരെ വിളിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. നിങ്ങൾ ഇങ്ങനെ നമ്മളൊരു സമൂഹത്തിൽ ഒരു വിഭാഗത്തിനെങ്കിലും പ്രശ്നമുണ്ടാകുന്ന രീതിയിലോ മിക്സഡ് ആകുന്ന രീതിയിലോ ചെയ്യാൻ പാടില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന് താല്പര്യമുള്ളവർക്ക് സെപ്പറേറ്റ് സെക്ഷൻ നിങ്ങൾക്ക് ഒരുക്കി കൊടുക്കാം, സ്ത്രീകൾ അവരുടെ ട്രെയിനേഴ്സിന് കീഴിൽ തന്നെ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ നിർദ്ദേശം വെച്ചു. അങ്ങനെ ചെയ്യാൻ അതിന് സൗകര്യമൊരുക്കി കൊടുത്തു. പിന്നെ അത് പഴയ വീഡിയോ എടുത്തിട്ടാണ് ഇപ്പോഴും പ്രചരിപ്പിക്കപ്പെടുന്നത്. അത് ഷാഫി സാഹിബ് സൂചിപ്പിച്ചു കഴിഞ്ഞു, ഇത് പിന്നീട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. രണ്ടാമത്തെ കാര്യം, പറഞ്ഞിട്ടില്ല. ഇപ്പോ രാവിലെ വ്യായാമം ഞങ്ങൾ അതീതരല്ല, വിമർശനത്തിന് അതീതരല്ല എന്ന് എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ള. രാവിലെ വ്യായാമം ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും കണ്ടാലും സംസാരിച്ചാലും, അതായത് സ്ത്രീകൾക്ക് വേണ്ടി അതിന്റെ കാര്യം എന്താണ്? അങ്ങനെ നിങ്ങളത് സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. മെക്സെവനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും വിശ്വാസമോ ആദർശമോ സംസ്കാരമോ രാഷ്ട്രീയമോ മതമോ ചോദ്യം ചെയ്യാൻ ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് തന്നെ അത്തരം എല്ലാ പ്രവണതകളെയും മെക്സെവൻ്റെ പേരിൽ കെട്ടിവെച്ചൊരാക്ഷേപം കേൾക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും മെക്സെവൻ എന്ന മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ വിമർശനാതീതമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്ത് ആക്ഷേപമുണ്ടെങ്കിലും ബന്ധപ്പെട്ടവർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം. ഇതോടകം തന്നെ നിരവധി ഇൻ്റലിജൻസ് ഏജൻസികളും രഹസ്യാന്വേഷണ വിഭാഗവും പല തവണ ആളുകളെ എന്നെ അടക്കം വിളിക്കുകയും ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പിന്നീട് ഞങ്ങളെ സെൻറ്ററുകൾ രഹസ്യമായും പരസ്യമായും ഒക്കെ സന്ദർശിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഇതുവരെ മറ്റൊരു എതിർപ്പുമില്ലാതെ വിമർശനം ഉയർന്നപ്പോഴും അല്ലാത്തപ്പോഴും ഇതിനൊരു പ്രവർത്തനാനുമതി ഉണ്ടായിരിക്കുക. അപ്പോൾ വിമർശിച്ചവരോടും ഞങ്ങൾക്ക് യാതൊരു ദേഷ്യവുമില്ല. 1 ലക്ഷത്തിൽ അധികം ആളുകൾ അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ പങ്കെടുത്തിരുന്ന ഒരു വ്യായാമത്തെ ഒരു വിമർശനം കൊണ്ട് 10 ലക്ഷം പേർ അറിയുന്നതിനും പിന്നീടുള്ള വിമർശനം കൊണ്ട് അതൊരു കോടിയിലേക്ക് എത്താനും ഇന്ന് ഏറെക്കുറെ 10 കോടിയിലധികം ജനങ്ങൾ ഇത് മനസ്സിലാക്കിയപ്പോൾ ഈ കേരളത്തിലൂടെ ഭാരതത്തിന് സമർപ്പിച്ച യോഗ പോലെ നമ്മുടെ സിദ്ധ പോലെ ആയുർവേദ പോലെയുള്ള ഒരു സംവിധാനം നമ്മുടെ ഭാരതം ലോകത്തിന് സമർപ്പിക്കട്ടെ, ജനങ്ങൾക്ക് സമർപ്പിക്കട്ടെ, ലോകജനതയ്ക്ക് സമർപ്പിക്കട്ടെ എന്നൊരു നല്ല ഉദ്ദേശം മാത്രമാണ് ഇതിൽ ഞങ്ങൾക്കുണ്ടായിരുന്നത്. പിന്നെ വ്യാപനത്തെ പറ്റി പറയുമ്പോൾ ഏതൊരു നല്ല പുതിയ ആശയവും പ്രിയപ്പെട്ട ഷാഫി സാഹിബ് പറഞ്ഞു LCHFനെ പറ്റിയിട്ട്, അതിലൊക്കെ എന്തൊക്കെ ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇത് പ്യുവറായിട്ട് വ്യായാമമാണ്. രാവിലെ ആളുകൾ വരുന്നു,
ഒരു 10-15 മിനിറ്റ് വാമപ്പ് ചെയ്യുന്നു. അതിനുശേഷം 21 മിനിറ്റ് നീണ്ട വ്യായാമത്തിൽ ഒരു ട്രെയിനറെ എന്തിനു വെച്ചു എന്ന് ചോദിച്ചാൽ ഒരു യൂണിഫോം ആയിട്ട് എല്ലാവരും ഒരേപോലെ വ്യായാമം കൃത്യമായ എണ്ണത്തിനനുസരിച്ച് ആ എണ്ണം പൂർത്തിയാക്കി ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനുമാണ്. ഈ ട്രെയിനർമാരായിട്ടും കോർഡിനേറ്ററുമായും പ്രവർത്തിക്കുന്നവർ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെ CPM-ന്റെ, BJP-യുടെ, കോൺഗ്രസിൻ്റെ, മറ്റിതര രാഷ്ട്രീയ കക്ഷികളുടെ ഒക്കെ ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ റിട്ടയർഡ് മിലിറ്ററി പേഴ്സണാലിറ്റീസ് ഒരുപാടുണ്ട്. ഇന്ന് കോഴിക്കോട് ഒരു TV ചാനലിന് വേണ്ടി ഡെമോ ഷോ ചെയ്യാൻ വന്ന എൻ്റെ കൂടെ ഹരീഷാണ്. അദ്ദേഹം മിലിറ്ററി റിട്ടയർഡാണ്. കാരണം മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഹെൽത്ത് ഡിസിപ്ലിൻ ഉണ്ടാകും, അത് മെയിൻറ്റെയിൻ ചെയ്യും. ഇത്തരം കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി അവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മൂന്നാമത്, ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇതിൽ വരുന്ന ആളുകൾ, ഒരു കമ്മ്യൂണിറ്റി മാത്രം എടുത്താലും ഇനി അല്ലാത്തവരെ എടുത്താലും ഇതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടി പരാധീനപ്പെടുന്ന ആളുകൾ മാത്രമാണ് 60%. അതോടൊപ്പം ഈ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന വ്യായാമം കൃത്യമായി ചെയ്യാൻ സാധിക്കാതെ തങ്ങളുടെ വരുമാനം നിലച്ച ശേഷവും 3000, 4000, 5000 രൂപയ്ക്ക് മെഡിസിൻ വാങ്ങേണ്ട ദുരവസ്ഥയിൽ നിന്ന് പാട്ടപ്പിരിവും അതേപോലെ തന്നെ മറ്റ് അസോസിയേഷനുകളിലൂടെ പണവും നേടി ഇത്തരം മരുന്നുകൾ വാങ്ങി കഴിക്കേണ്ടവർ കുടുംബത്തിന് ഭാരമാവാതെ തൻ്റെ ശരീരത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി രാവിലെ നടന്നു വരുന്ന 85ഉം 90ഉം വയസ്സുകാരായ ആളുകളും X7-ലുണ്ട്. അവരുടെയൊക്കെ പ്രാർത്ഥന കേട്ടാൽ സത്യത്തിൽ നമുക്ക് കണ്ണുനീര് വരും. 15 ദിവസം കൂടുമ്പോൾ നീ എന്നെ വന്ന് കണ്ടിട്ടില്ലെങ്കിൽ നീ മരിച്ചിരിക്കും എന്ന് പറഞ്ഞ ഒരു വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് പറമ്പിൽ പീടികയിൽ ഇപ്പോഴും. അദ്ദേഹം ഡ്രൈവറായിരുന്നു ഗൾഫിൽ. അദ്ദേഹത്തിന് 5000 റിയാൽ ശമ്പളം കിട്ടുന്ന ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നപ്പോൾ 440-ൽ മേലെയായിരുന്നു ഷുഗർ, കൊളസ്ട്രോൾ അതിൻ്റെ പാരമ്യതയിൽ. വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരുന്ന മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു 11 മാസമായി ഞാൻ ആ ഡോക്ടറെ കണ്ടിട്ടില്ല. 15 ദിവസം വ്യായാമം ചെയ്യുന്നത് എന്തുകൊണ്ട് ശരീരത്തിന് നല്ല ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ.